നവകേരളം രണ്ടാം ഘട്ടത്തിന്റെ ഭാഗമായി രായമംഗലം ഗ്രാമപഞ്ചായത്ത് ശേഖരിച്ച മാലിന്യങ്ങൾ മാലിന്യ ശേഖരണ ഏജൻസിക്ക് കൈമാറി. രായമംഗലം പഞ്ചായത്തിലെ ഹരിതകർമ്മ സേനയുടെ നേതൃത്വത്തിൽ വാർഡുകളിൽ നിന്ന് ശേഖരിച്ച അജൈവ മാലിന്യങ്ങൾ മാലിന്യ ശേഖരണം ഏജൻസിക്ക് കൈമാറി. ഇതുമായി ബന്ധപ്പെട്ട് രായമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അജയ് കുമാറിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് NCF-ൽ വെച്ച് ഫ്ലാഗ് ഓഫ് ചടങ്ങ് നടത്തി. ഓരോ മാസവും കലണ്ടർ അനുസരിച്ച് എടുക്കേണ്ട ഓരോ അജൈവ മാലിന്യങ്ങളുടെ ലിസ്റ്റ് ഉണ്ട്. അതനുസരിച്ച് നവംബർ മാസത്തിൽ ശേഖരിക്കേണ്ടത് ബാഗ്, അതുപോലെ തന്നെ കിടക്ക, തലയണ, തെർമോക്കോള്, ചെരുപ്പുകൾ, ഇങ്ങനെയുള്ള ഐറ്റങ്ങളായിരുന്നു നവംബർ മാസം ശേഖരിക്കേണ്ടത്. വലിയ തോതിൽ കഴിഞ്ഞ വർഷം നടത്തിയെങ്കിൽ പോലും അതിലാളുകൾ അത്ര കണ്ട് സഹകരിച്ചില്ലായിരുന്നു. കാരണം അത് നമ്മളെ ഏൽപ്പിക്കാൻ തയ്യാറായില്ലായിരുന്നു. ഈ വർഷം അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി മുഴുവൻ വീടുകളിൽ നിന്നും ഈ ഒരു ഇനങ്ങളിൽ പെടുന്ന അജൈവ മാലിന്യങ്ങളെല്ലാം പഞ്ചായത്തിൻ്റെ ഹരിതകർമ്മസേനയെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഏതാണ്ട് 30 ടൺ ബാഗും ചെരുപ്പും അടങ്ങുന്ന ആ ഒരു ഇനങ്ങൾ നമുക്കിപ്പോൾ ശേഖരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത് പഞ്ചായത്ത് ടെൻഡർ നടത്തി ഏൽപ്പിച്ചിരിക്കുന്ന ലൈസൻസ്ഡ് ഏജൻസിക്ക് 6 രൂപ 30 പൈസ നമ്മൾ അങ്ങോട്ട് നൽകിയിട്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ഏതാണ്ട് 2 ലക്ഷം രൂപ ഈ ഇപ്പോൾ കയറ്റി അയക്കുന്ന ഈ 30 ടൺ ഈ ഇനത്തിൽപ്പെടുന്ന ബാഗും കിടക്കയും ചെരുപ്പും അടക്കമുള്ള ഐറ്റങ്ങൾ കയറ്റി അയക്കുന്നതിന് പഞ്ചായത്ത് ചിലവാക്കുന്നുണ്ട്, അതിൻ്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട്. ഇങ്ങനെ വരുന്ന മാസം നമുക്ക് ശേഖരിക്കേണ്ടത് കുപ്പിച്ചില്ലാണ് ഈ ഡിസംബർ മാസത്തിൽ. അതിനുശേഷം തുണി. ഇങ്ങനെ സമയബന്ധിതമായിട്ട് തന്നെ ഗവൺമെൻറ് നിഷ്കർഷിച്ചിട്ടുള്ള കലണ്ടർ അനുസരിച്ച് രായമംഗലം ഗ്രാമപഞ്ചായത്ത് ഇതിൻ്റെ ശേഖരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് സഹകരിക്കുന്ന മുഴുവൻ നാട്ടുകാർക്കും എല്ലാവർക്കും, പ്രത്യേകിച്ചും സ്ഥാപനങ്ങളടക്കമുള്ള എല്ലാവർക്കും പ്രത്യേകം നന്ദി ഗ്രാമപഞ്ചായത്തിൻ്റെ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു പ്രവർത്തനം വലിയ ഒരു കഠിന പ്രയത്നമാണ്. കാരണം ഇത് വീടുകളിൽ നിന്ന് ശേഖരിക്കുകയും അത് അവിടെ നിന്ന് വാഹനങ്ങളിൽ നിന്ന് കയറ്റി ഇവിടെ കൊണ്ടുവന്ന് സൂക്ഷിക്കുകയും എല്ലാം ചെയ്യുന്ന നമ്മുടെ ഹരിതകർമ്മ സേനാംഗങ്ങളാണ്. പ്ലാസ്റ്റിക് ശേഖരിക്കുന്നതിന് പുറമെയാണ് ഈ ജോലി ചെയ്യുന്നത്. അത്തരത്തിലുള്ള വലിയ ജോലി ഈ കാര്യത്തിൽ ഹരിതകർമ്മസേന നിർവഹിച്ചു വരുന്നുണ്ട്. അവർക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും ഈ അവസരത്തിൽ നേർന്നുകൊള്ളുകയാണ്. ഒപ്പം ഗവൺമെൻറ് ആവിഷ്കരിച്ചിട്ടുള്ള ഈ പദ്ധതി മുന്നോട്ട് പോകുന്നതിന് നമ്മുടെ VO, അതുപോലെ തന്നെ പുതുതായി ഇതിൻ്റെ ചുമതല ഏൽപ്പിച്ചിട്ടുള്ള നമ്മുടെ സാക്ഷരതാ ജോലിയിൽ നിന്നും ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ വിവിധ പ്രവർത്തനങ്ങൾക്കായിട്ട് ഗവൺമെൻറ് നിയോഗിച്ച് പഞ്ചായത്തിലേക്ക് വിട്ടു തന്നിട്ടുള്ള മുൻകാല സാക്ഷരതാ പ്രേരകരുടെ പ്രവർത്തനം ഇതിൻ്റെ പിന്നിലുണ്ട്. അതുപോലെ തന്നെ ഹരിതകർമ്മസേനയുടെ കൺസോർഷ്യം അവരുടെ വലിയൊരു പ്രയത്നം ഇതിൻ്റെ പിന്നിലുണ്ട്. കുടുംബശ്രീയുടെ ചെയർപേഴ്സൺ അടക്കമുള്ള ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. പഞ്ചായത്ത് ഭരണസമിതി പ്രവർത്തനങ്ങൾക്കെല്ലാം ഒറ്റക്കെട്ടായി പിന്തുണ നൽകുന്നുണ്ട്. ഈ അവസരത്തിൽ എല്ലാവർക്കും പ്രത്യേകം ആശംസകൾ അറിയിക്കുകയാണ്. എല്ലാവരുടെ അനുവാദത്തോടെ ഈ വാഹനത്തിൻ്റെ ഫ്ലാഗ് ഓഫ് നിർവഹിച്ചായി അറിയിക്കുന്നു. നമസ്കാരം. മെമ്പർമാരായ മിനി ജോയ്, മിനി നാരായണൻകുട്ടി, ബിജു കുര്യാക്കോസ്, ലിജു അനസ്, ബ്ലോക്ക് മെമ്പർ ബീന ഗോപിനാഥ്, ഹരിതകർമ്മസേന അംഗങ്ങൾ, VO-മാർ തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, രായമംഗലം.